ചൈനയിലെ ജനനനിരക്ക് ഈ വർഷം വീണ്ടും ഇടിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2024-ൽ ജനനനിരക്ക് ഉയർന്നത് പ്രതീക്ഷ നൽകിയെങ്കിലും വീണ്ടും ഒരു കിതപ്പിനാണ് 2025 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 2017-ന് ശേഷം ആദ്യമായിട്ടാണ് 2024-ൽ ജനനനിരക്ക് ഉയരുന്നത്. 2023-ൽ 9.02 ദശലക്ഷമായിരുന്നു ജനനനിരക്കെങ്കിൽ 2024-ൽ അത് 9.54 ദശലക്ഷമായി ഉയർന്നു. ചൈനീസ് വിശ്വാസപ്രകാരമുള്ള ഡ്രാഗൺ കലണ്ടറിൽ വിശേഷപ്പെട്ട വർഷമായിരുന്നു 2024. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം വിശേഷപ്പെട്ട വർഷമായതിനാൽ കുട്ടികൾ ജനിക്കുന്നതിനെ പല കുടുംബങ്ങളും പ്രോത്സാഹിപ്പിച്ചു. 2024-ലെ ജനനനിരക്കിലെ കുതിപ്പിനെ ദീർഘാടിസ്ഥാനത്തിലുള്ള ട്രെൻഡായി കാണുന്നില്ലെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ജനനനിരക്കിൽ വർധനയുണ്ടായെങ്കിലും 2024-ൽ വിവാഹ രജിസ്ട്രേഷനുകളിൽ ഇടിവ് സംഭവിച്ചു. ആദ്യ 9 മാസത്തെ കണക്കിൽ 16.6% കുറവാണുണ്ടായത്. 4.75 ദശലക്ഷം ദമ്പതികളുടെ കുറവെന്നാണ് സിവിൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കണക്ക്. ഈ വർഷം 6 ദശലക്ഷമായി വിവാഹ രജിസ്ട്രേഷൻ കുറയുമെന്നാണ് നിഗമനം. ജനനനിരക്ക് കുറയുന്നതിൽ നിരവധി ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു വിദഗ്ധർ. ഗർഭധാരണത്തിന് സാധ്യതയുള്ള പ്രായക്കാർ കുറയുന്നതാണ് ഇതിലേറ്റവും പ്രധാനം. 20-നും 35-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുവെന്നാണ് പഠനങ്ങൾ. തലമുറകൾക്കിടയിൽ ജനനനിരക്ക് കുറഞ്ഞതാണ് ഇതിനുള്ള കാരണമായി കണക്കാക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവമാണ് മറ്റൊരു പ്രധാന ഘടകം. പ്രത്യേകിച്ചും വിവാഹം, മാതൃത്വം പോലുള്ള കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടാണ് യുവാക്കൾക്ക്. കഴിഞ്ഞ 10 വർഷത്തിൽ 20 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ പ്രായക്കാരായവരുടെ വിവാഹനിരക്കും കുറഞ്ഞു. വിവാഹിതരായവരിൽ പലരും കുട്ടികൾ വേണ്ടെന്ന തീരുമാനവും എടുക്കുന്നു. 30 വയസ്സ് പിന്നിട്ട അവിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം ഇരട്ടിയാവുകയും ചെയ്തു. ഉയർന്ന ജീവിത ചെലവ്, ശിശു സംരക്ഷണ സംവിധാനങ്ങളിലെ ന്യൂനതകൾ, ഒപ്പം ജോലി സമ്മർദ്ദവും ജനനനിരക്കിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഭാരവും ജീവിതശൈലിയിലെ മാറ്റവും ചൂണ്ടിക്കാട്ടി യുവദമ്പതികൾ കുട്ടികൾ വേണ്ടെന്ന തീരുമാനം കൈക്കൊള്ളുന്നുണ്ടെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. ഈ പറഞ്ഞ പ്രവണതകൾ ഉടൻ മാറുമെന്ന് കരുതാനാകില്ലെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ചൈനയിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ജനനനിരക്ക് ഉയർത്താനുള്ള നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വിവാഹാവധി 30 ദിവസം വരെ ആക്കിയിട്ടുണ്ട്. ഒപ്പം കൂടുതൽ കുട്ടികളുള്ള ദമ്പതിമാർക്ക് സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തെ മറികടക്കാൻ ഈ നടപടികളൊന്നും മതിയാകില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർച്ചയായ 3-ാം വർഷവും ചൈനയിൽ ജനസംഖ്യ കുറഞ്ഞുവെന്ന് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ വ്യക്തമാക്കുന്നു. 1.39 ദശലക്ഷത്തിന്റെ കുറവാണ് 2024-ൽ സംഭവിച്ചത്. ജനനനിരക്കിനെ അപേക്ഷിച്ച് മരണനിരക്ക് ഉയരുകയും ചെയ്തു. ഒപ്പം രാജ്യത്തെ ജനസംഖ്യയുടെ ശരാശരി പ്രായം വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെ തുടർന്ന് വലിയ വെല്ലുവിളി ചൈന നേരിടുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും സാമൂഹിക സുസ്ഥിരതയെയും ജനനനിരക്കിലെ ഇടിവ് ദോഷകരമായി ബാധിക്കും.